ഓക്കെ, ഒരു മിനിറ്റ്. നമ്മൾ L2 of -π നെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു വെക്റ്റർ സ്പേസ് ആണെന്ന് നമ്മൾ കണ്ടു. കൂടാതെ അതൊരു നോംഡ് സ്പേസും കൂടിയാണ്. അതിനുവേണ്ടി ആദ്യം വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്തു, അവിടെ ഒരു ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്തു, ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നോം ഡിഫൈൻ ചെയ്തു, നോംഡ് സ്പേസ്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു നോം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിനെ നോംഡ് സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. നോം ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്കത് കണ്ടറിയാം. ഷോർട്സ്, ഇനി നമ്മൾ നോംഡ് സ്പേസിൽ നമ്മൾ കോഷി ഷോർട്സ് ഇൻഇക്വാലിറ്റി അമ്മ 1.91 ഡിഫൈൻ ചെയ്താൽ മതി. അവിടെ ജനറലായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്പേസിൽ രണ്ട് എലമെന്റ് എഫും ജിക്കും മോഡുലസ് വാല്യൂ ഓഫ് 1/2π ഇന്റഗ്രൽ -π to π എഫ് ഓഫ് തീറ്റ ജി ഓഫ് തീറ്റ കോൺജുഗേറ്റ്. അതായത് ഇന്നർ പ്രോഡക്റ്റ് ആണ്, എഫും ജിയും തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഡിവിജ്വൽ നോംസ് ആയിരിക്കും. ഇവിടെ നമ്മൾ എഫിനെയും ജിനെയും പകരം മോഡ് എഫും മോഡ് ജിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് കിട്ടും. കാരണം മോഡുലസ് ഓഫ് ജി ഓഫ് തീറ്റ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ജി ഓഫ് തീറ്റ തന്നെ ആയിരിക്കും, ഈക്വൽ ടു ആയിരിക്കും. കോൺജുഗേറ്റിൻ്റെയും കോംപ്ലക്സ് നമ്പറിൻ്റെയും മോഡുലസ് വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ 4.15 എന്ന് പറഞ്ഞ ഇക്വേഷൻ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി അതും ഇവിടെ നോം വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ഒരു മിനിറ്റ്. ഓക്കെ, നോം വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ L2 of -π ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് L1 of -π എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ഫങ്ഷൻസ്, അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് -π ആയിരിക്കും, ടു ദ കോംപ്ലക്സ് ഫീൽഡ് സി ആയിരിക്കും. ഫങ്ഷൻസ് ആൻഡ് -π ഇന്റഗ്രൽ എഫ് ഓഫ് തീറ്റ മോഡ് എഫ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ ഒന്നുമില്ല, വെറും മോഡ് എഫ് ഓഫ് തീറ്റ ഡി തീറ്റ ലെസ് ദാൻ ഇൻഫിനിറ്റി. അതായത് ഫൈനൈറ്റ് വാല്യൂ കിട്ടണം. അതായത് മോഡുലസ് ഓഫ് ദാറ്റ് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ മസ്റ്റ് ബി ഇന്റഗ്രേറ്റഡ് ഫ്രം -π to π മസ്റ്റ് ബി എ ഫൈനൈറ്റ് നമ്പർ. അങ്ങനെയുള്ള ഫംഗ്ഷൻസിന്റെ കളക്ഷനാണ് L1 എന്ന് വിളിക്കുന്നത്. L2 ഡിഫൈൻ ചെയ്ത പോലെ തന്നെ അനലോഗസ് ആയിട്ട് L2ഉം L1ഉം ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇനി L1ലുള്ള ഒരു ഫംഗ്ഷൻ എടുക്കുന്നു, എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുക്കുന്നു. നമ്മൾ ആ ഫംഗ്ഷൻ ഇന്റഗ്രബിൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഇൻ്റഗ്രൽ -π to π മോഡ് എഫ് ഓഫ് തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഇൻ്റഗ്രബിൾ ആണ്, വെറുതെ ഒരു പറയുക, വേറെ L1 ഒന്നും പറയുന്നില്ല, വെറുതെ ഒരു ഫംഗ്ഷൻ പറയുകയാണ് ഫംഗ്ഷൻ ഈസ് ഇൻ്റഗ്രബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ -π to π മോഡുലസ് ഓഫ് എഫ് ഓഫ് തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം. അതായത് ആ ഫംഗ്ഷൻ എവിടുത്തെ അംഗമായിരിക്കണം? L1 of -π അംഗമായിരിക്കണം. If f belongs to this space, we can say that f is integrable. Now we define a norm on this space. Norm f1 is equal to modulus of f of theta d theta. നേരത്തെ f2 ഡിഫൈൻ ചെയ്ത പോലെ തന്നെ അനലോഗസ് ആയിട്ട് ഇവിടെയും ഡിഫൈൻ ചെയ്താൽ മതിയാകും. ഇനി നമുക്കൊരു എക്സർസൈസ് ഉണ്ട് 4.3.10 ആൻഡ് ദ ഇൻഇക്വാളിറ്റി. ഇൻഇക്വാളിറ്റി ഞാൻ ഒരു PDF പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ PDF ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം, ഇവിടെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. PDF നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. എന്നിട്ട് അതിൻ്റെ നിങ്ങൾക്കറിയാവുന്ന ഇൻഇക്വാളിറ്റി തന്നെയാണ്. മോഡുലസ് ഓഫ് ഫുൾ ഇൻ്റഗ്രൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ -π to π മോഡുലസ് ഓഫ് എഫ് ഓഫ് തീറ്റ ഡി തീറ്റ എന്നുള്ളത് 4.17. ഇവിടെ ഇത് നമ്മൾ അകത്ത് വേറെ കുറേ ഇക്വേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ജസ്റ്റ് പ്രൂഫ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് L1ലെ ഫംഗ്ഷൻസിനാണ് നമ്മൾ തെളിയിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കോ, ഒരു മിനിറ്റ്. എഫ് ബിലോങ്സ് ടു L1 of -π. ആ എഫ് കോംപ്ലക്സ് വാല്യൂഡ് ആണ്. ഇനി ആ ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് ആണെന്ന് വിചാരിച്ചോ. കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസിന് റിയൽ വാല്യൂഡും ആകാമല്ലോ, കാരണം ഒരു റിയൽ നമ്പർ ഈസ് എ കോംപ്ലക്സ് നമ്പർ ആണ്. എഫ് റിയൽ വാല്യൂഡ് ആണ്. റിയൽ വാല്യൂഡ് ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും എഫ് ഓഫ് തീറ്റ ഒരു റിയൽ നമ്പർ ആയിരിക്കും. അത് എപ്പോഴും അതിൻ്റെ മോഡുലസ് വാല്യൂവിനോട് ചെറുതായിരിക്കും. ഫോർ തീറ്റ ബിലോങ്സ് ടു -π.
Therefore, by property of this Lebesgue integral ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. Lebesgue integration തിയറിയുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് രണ്ട് ഇൻഇക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇന്റഗ്രലും ആ ഇൻഇക്വാളിറ്റി പാലിക്കും. അതായത് മൈനസ് പൈ ടു പൈ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് പൈ ടു പൈ മോഡ് എഫ് ഓഫ് തീറ്റ ഡി തീറ്റ. അതായത് നമ്മുടെ റിസൾട്ട് ഇവിടെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന് ഈ ക്ലിയർ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഇവിടെ പ്രൂഫ് ആയിട്ടുണ്ട്. ഇനി ഈ ഫംഗ്ഷൻ കോംപ്ലക്സ് വാല്യൂഡ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും? അതിനുവേണ്ടി ആ ഇൻ്റഗ്രലിനെ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ എന്ന് പറയുന്ന ഇൻ്റഗ്രലിനെ ഒരു കോംപ്ലക്സ് നമ്പർ ആണല്ലോ, അപ്പോൾ സം ആർ ഇ റേസ് ടു ഐ ആൽഫ പോളാർ ഫോമിൽ എനിക്ക് എഴുതാനായിട്ട് സാധിക്കും. ഫോർ സം ആർ പോസിറ്റീവ് ആൻഡ് ആൽഫ ബിലോങ്സ് ടു 0 ടു പൈ. പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് അറിയാം. കോംപ്ലക്സ് നമ്പറിൻ്റെ രീതി നിങ്ങൾക്ക് അറിയാം. കോംപ്ലക്സ് നമ്പറിനെ ആർ ഇ റേസ് ടു ഐ തീറ്റ, ഈ ആർ എന്ന് പറയുന്നത് അതിൻ്റെ മോഡുലസ് ആയിരിക്കും, ആൽഫ എന്ന് പറയുന്നത് ആർഗ്യുമെന്റ്. ആ രീതിയിൽ കോംപ്ലക്സ് നമ്പർ തുടക്കത്തിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ രണ്ട് സൈഡിലും മോഡുലസ് എടുക്കുക. ഈ ഇക്വേഷൻ തന്നെ രണ്ട് സൈഡിലും മോഡുലസ് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? മോഡുലസ് ഓഫ് ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ദിസ് ഫംഗ്ഷൻ ആർ ഇ റേസ് ടു ഐ ആൽഫ. ആർ ഇ റേസ് ടു ഐ ആൽഫ എന്താ? മോഡ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എയും ബിയും കോംപ്ലക്സ് നമ്പേഴ്സ്, മോഡ് എ ഇൻറ്റു മോഡ് ബി. അതായത് ഇവിടെ നമ്മൾ എഴുതുമ്പോൾ മോഡ് ആർ ഇൻറ്റു മോഡ് ഇ റേസ് ടു ഐ ആൽഫ. മോഡ് ആർ എന്ന് പറയുന്നത് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് മോഡ് ആർ എന്ന് പറയുന്നത് 6 തന്നെ ആയിരിക്കും. മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ ആൽഫ ഫോർ എനി ആൽഫ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അത് നിങ്ങൾ കോംപ്ലക്സിൽ പഠിക്കുന്ന ആർ. സോ ദിസ് ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു ആർ. അതായത് ഇന്റഗ്രൽ ഓഫ് ദിസ് മോഡുലസ് ഓഫ് ദിസ് ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു ആർ. ഒരു മിനിറ്റ്. ഓക്കെ, റെസ്യൂം ചെയ്യാം. ഓക്കെ, ഇതിവിടെ പറഞ്ഞിരുന്നത്, അതായത് നമ്മൾ മോഡുലസ് ഓഫ് ദിസ് ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത് ആർ ആയിരിക്കും വാല്യൂ. ആർ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. വി നോ ദാറ്റ് ഫോർ ഇസഡ് ബിലോങ്സ് ടു കോംപ്ലക്സ് നമ്പർ ആയിരുന്നെങ്കിൽ അതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് വാല്യൂ ഓഫ് ഇസഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ ആൽഫ ഇൻറ്റു എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് അതൊരു കോംപ്ലക്സ് നമ്പറിനും റിയൽ നമ്പറിനും ഈ ഇൻഇക്വാളിറ്റി ട്രൂ ആണ്. ഏത് നമ്പർ എടുത്താലും ഈ ഇൻഇക്വാളിറ്റി ട്രൂ ആണ്. റിയൽ നമ്പർ ആകുമ്പോൾ ഇത് ഇക്വാളിറ്റി ആവും, അത്രേ ഉള്ളൂ. കോംപ്ലക്സ് നമ്പറിന്റെ ഈ ഇ റേസ് ടു ഐ ആൽഫ എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നു. ഫോർ സം ആൽഫ ബിലോങ്സ് ടു 0 ടു പൈ. 0 ടു പൈയിലെ ഒരു ആൽഫ എടുക്കുന്നു. ആൽഫ വെച്ചിട്ട് ഇ റേസ് ടു ഐ ആൽഫ എഫ് ഓഫ് തീറ്റ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഈ ഇൻഇക്വാളിറ്റി ഉപയോഗിച്ച് എപ്പോഴും അതിന്റെ മോഡുലസ് വാല്യൂമായിട്ടും ലെസ് ആയിരിക്കും. അതായത് ഇത് നേരത്തെ ഉപയോഗിച്ച മോഡുലസ് ഓഫ് എ ബി സികൾ മോഡ് എ ഇൻറ്റു മോഡ് എ ഇവിടെ ഉപയോഗിക്കുക. അപ്പം മോഡ് ഇ റേസ് ടു ഐ ആൽഫ എന്നുള്ളത് 1 ആയിട്ട് മാറും. ലാസ്റ്റിൽ നമുക്ക് മോഡുലസ് ഓഫ് എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. ലെബേഗ് ഇന്റഗ്രേഷൻ തിയറി ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അതായത് മൈനസ് പൈ ടു പൈ റിയൽ പാർട്ട് ഓഫ് ഇ റേസ് ടു ഐ ആൽഫ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ മോഡ് എഫ് ഓഫ് തീറ്റ ഡി തീറ്റ. അപ്പോൾ ഇത് ട്രൂ ആണല്ലോ. ഇനി നമ്മൾ തെളിയിക്കാൻ പോകുന്നത് ഈ ലെഫ്റ്റ് സൈഡിലെ ഫുൾ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആർ ആണ് എന്നാണ് നമ്മൾ തെളിയിക്കുന്നത്. ദെയർ ബൈ ആർ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ ഇത് മൈനസ് പൈ ടു പൈ മോഡ് എഫ് ഓഫ് തീറ്റ ഡി തീറ്റ. ആർ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള എന്താണ്? ദിസ് മോഡുലസ് ഓഫ് ഫുൾ ഇന്റഗ്രൽ. അപ്പം നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് ഫുൾ ഇന്റഗ്രൽ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് മോഡുലസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻഇക്വാലിറ്റി കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസിനും ട്രൂ ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദിസ് ആർ ഈസ് ഈക്വൽ ടു ആർ ഇതാണെന്നാണ് നമ്മൾ തെളിയിക്കുന്നത്, അതിനുവേണ്ടി ക്ലെയിം ചെയ്യുന്നു. ഇനി നൗ ദിസ് ഫ്രം എ ഇവിടെ നമ്മൾ ഇ റേസ് ടു മൈനസ് ആൽഫ ഐ ആൽഫ കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യും. ഇ റേസ് ടു മൈനസ് ഐ ആൽഫ എയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. രണ്ട് സൈഡിലും ഇ റേസ് ടു ഐ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇ റേസ് ടു ഐ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇ റേസ് ടു ഐ ആൽഫ ഇൻറ്റു ആർ ഇ റേസ് ടു മൈനസ് ഐ ആൽഫ ഇൻറ്റു
ആർ ഇ റൈസ് ടു ഐ ആൽഫ എന്ന് കിട്ടും. അത് ഇ റൈസ് ടു ഐ ആൽഫയും ഇ റൈസ് ടു മൈനസ് ഐ ആൽഫയും ഇ റൈസ് ടു ഐ ആൽഫയും കൂടെ ചേർന്നിട്ട് 1 ആവും. നമുക്ക് ലാസ്റ്റിൽ ആൻസർ 6 എന്നും പറഞ്ഞ് കിട്ടും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇ റൈസ് ടു ഐ ആൽഫ അകത്തോട്ട് കയറും. ഇ റൈസ് ടു ഐ ആൽഫ എഫ് ഓഫ് തീറ്റ, കാരണം ഇ റൈസ് ടു ആൽഫ ഒരു കോൺസ്റ്റന്റ് ആണ്, 0 to πയിലെ ഒരു കോൺസ്റ്റന്റ് ആണ്, ആർബിട്രറി ആയിട്ട് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇന്റഗ്രലിന്റെ തിയറി വെച്ചിട്ട് കോൺസ്റ്റന്റ് വെളിയിലെടുക്കുന്നതും അകത്തെടുക്കുന്നതും നമുക്കറിയാം, റൂൾസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഇ റൈസ് ടു ഐ ആൽഫ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, മൈനസ് ഐ ആൽഫ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ അകത്തോട്ട് എടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ ഈസിക്കൽ ടു ആർ എന്നും പറഞ്ഞ് നമുക്ക് കിട്ടും. തെളിയിക്കാനുള്ളത് റിയൽ പാർട്ട് ഓഫ് ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ ഇന്റഗ്രൽ ഈസിക്കൽ ടു ആർ എന്നാണ് തെളിയിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ തെളിയിക്കും റിയൽ പാർട്ട് ഓഫ് ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നതും ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ റിയൽ പാർട്ട് ഓഫ് ഇ റൈസ് ടു ഐ ആൽഫ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ദിസ് ഒരു മിനിറ്റ്. ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും, കാരണം നമ്മൾ റൈറ്റ് സൈഡിൽ നമുക്ക് ഇട്ടിരിക്കുന്ന ആർ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറാണ്. ആ റിയൽ, അപ്പം ലെഫ്റ്റ് സൈഡിലെ നമ്പരും എന്ത് തന്നെ ആവും? കോംപ്ലക്സ് നമ്പർ ആവും? ഇല്ല, അതും റിയൽ നമ്പർ തന്നെ. ഒരു മിനിറ്റ്, സോറി. ഈ പാർട്ടും റിയൽ നമ്പർ തന്നെ ആയിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡ് റിയൽ നമ്പർ ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റിയൽ നമ്പർ ആയിരിക്കും. അതായത് റിയൽ പാർട്ട് ഓഫ് ദിസ് നമ്പർ അത് തന്നെയായിരിക്കും, അതായത് 6 തന്നെ ആയിരിക്കും. റിയൽ പാർട്ട് ഓഫ് ദിസ് നമ്പർ 6 തന്നെ ആയിരിക്കും. നമ്മൾ ഇനിയും തെളിയിക്കും റിയൽ പാർട്ട് ഓഫ് ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് റിയൽ പാർട്ട് ഓഫ് ഇ റൈസ് ടു ഐ ആൽഫ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ. ദിസ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ആർ, ദെയർഫോർ ഇത് തെളിയിക്കുമ്പോഴത്തേന് ദിസ് ക്വാണ്ടിറ്റിയും വിൽ ബി ഈക്വൽ ടു ആർ എന്ന് നമ്മൾ തെളിയിക്കും. അതിനുവേണ്ടി നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈസ് റിയൽ പാർട്ട് ഓഫ് മൈനസ് പൈ ടു പൈ ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ റിയൽ പാർട്ട് ഓഫ് ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ എഫ് ഓഫ് തീറ്റ ഡി തീറ്റ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അതിനുവേണ്ടി എഫ് ഓഫ് തീറ്റനെ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനിലെ രണ്ട് കോംപ്ലക്സ് പാർട്ടുകളായിട്ട് നമ്മൾ തിരിക്കുക. എഫ് വൺ ഓഫ് തീറ്റ പ്ലസ് ഐ എഫ് ടു ഓഫ് തീറ്റ. ഇ റൈസ് ടു ഐ ആൽഫയും കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് കോസ് ആൽഫ മൈനസ് ഐ സൈൻ ആൽഫ എന്ന് നിങ്ങൾക്ക് അറിയാം. ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഈ അകത്തുള്ളതിൻ്റെ റിയൽ പാർട്ട് എടുക്കുക, അതിൻ്റെ ഇൻ്റഗ്രൽ കാണുക. അത് തന്നെ ആയിരിക്കും റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്, ഡി തീറ്റ. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ഇങ്ങനെ കിട്ടും. ഇന്റഗ്രൽ ഓഫ് റിയൽ പാർട്ട് ഓഫ് ദിസ് എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെ നമുക്ക് ആൻസർ കിട്ടും. കാരണം ഇവിടെ റിയൽ പാർട്ട് ഓഫ് ദിസ് ഇന്റഗ്രൽ ആണ്. അപ്പൊ അകത്തുള്ളതിന്റെ ഇന്റഗ്രൽ പാർട്ടിന്റെ റിയൽ നമ്പർ ആണ് എടുക്കേണ്ടത്. അകത്ത് കിടക്കുന്നതിന്റെ റിയൽ പാർട്ടിന്റെ ഇന്റഗ്രൽ. റിയൽ പാർട്ടിന്റെ ഇന്റഗ്രൽ ആയിരിക്കുമല്ലോ റിയൽ പാർട്ട് ഓഫ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. കാരണം എന്താ, ഐ എന്ന് പറയുന്ന ആ നമ്പർ വന്നാൽ മാത്രമേ അത് ഇമാജിനറി പാർട്ട് ആവത്തുള്ളൂ. ഐ എന്ന് പറയുന്ന നമ്പർ ഇവിടെ വരുന്നത് മൈനസ് ഐ സൈൻ ആൽഫ ഐ എഫ് ടു ഓഫ് തീറ്റ വരുന്ന ടേംസുകൾക്ക് മാത്രമാണ്. അപ്പൊ അതങ്ങ് ഒഴിവാക്കിയാൽ മതി. അത് ഒഴിവാക്കിയിട്ട് ബാക്കി കിട്ടുന്ന സംഖ്യകളിൽ ഐ വരത്തില്ല. അപ്പൊ ഐ വരാത്ത സാഹചര്യത്തിൽ അത് റിയൽ പാർട്ടായിട്ട് മാറും. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഈ ഇൻഇക്വാലിറ്റി കിട്ടി. റിയൽ പാർട്ട് ഓഫ് ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് റിയൽ പാർട്ട് എന്ന് കിട്ടി. റിയൽ പാർട്ട് ഓഫ് ഇന്റഗ്രൽ നമ്മൾ തെളിയിച്ചു വെച്ചിട്ടുണ്ട്, അത് 6 ആണെന്ന്. ഇവർ രണ്ടും ശരിയാണ്, ഈക്വൽ ആണെന്ന് ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബോത്ത് വിൽ ബി ഈക്വൽ ടു ആർ. സോ ഹെൻസ് അവർ ക്ലെയിം ശരിയായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇൻഇക്വാലിറ്റിയും ശരിയായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസിനെ പറ്റി എഫ് ബിലോങ്സ് ടു L1 ഓഫ് എഫ് ഇസ് ഇന്റഗ്രബിൾ. ഒരു മിനിറ്റ്. If f is integrable, then this integral minus pi to pi f of theta d theta is defined, and this inequality will be true ആയിരിക്കും. f is integrable എന്ന് വെച്ചാൽ f belongs to L1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മെഷർ തിയറിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ് എഫ് ഈസ് ഇന്റഗ്രബിൾ. ദ ഇന്റഗ്രൽ ക്യാൻ ബി ബ്രോക്കൺ അപ്പ് ഇൻ ടു
disjoint sets, finite or countably infinite collection of disjoint reasonable subsets of minus pi such that union of j aj എന്ന് പറയുന്നത് മൈനസ് പൈ ആയിരിക്കും. അതായത് ഈ മൈനസ് പൈനെ ഡിസ്ജോയിന്റ് ഫൈനൈറ്റ് നമ്പർ അല്ലെ കൗണ്ടബിളി ഇൻഫിനിറ്റ് കളക്ഷൻ ഓഫ് ഡിസ്ജോയിന്റ് സെറ്റ് എ ജെകളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ഓഫ് എ ജെ എന്ന് പറയുന്നത് ഈ ഫുൾ സെറ്റ് ആയിരിക്കും. അതുപോലെ ഇന്റഗ്രൽ ഓഫ് മൈനസ് പൈ ടു പൈ എന്ന് പറയുന്നത് ഓരോ സബ്സെറ്റിലും ഇതിന്റെ ഇന്റഗ്രേഷന്റെ സമ്മേഷൻ ആയിരിക്കും. അത് നമ്മൾ നേരത്തെ ഇത് ഇന്റഗ്രേഷൻ തിയറിയിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അത് ഉണ്ട് ജസ്റ്റ്. ഇനിയും എഫും ജിയും L2 ഓഫ് മൈനസ് പൈയിലുണ്ടെങ്കിൽ എഫ് ഡോട്ട് ജി L1 ഓഫ് 4.15 4.15 നമ്മൾ കണ്ടു. ഒരു മിനിറ്റ്, യെസ്, ദിസ് എഫും ജിയും നമ്മുടെ L2 ഫംഗ്ഷനിലുണ്ടെങ്കിൽ ഇന്റഗ്രൽ ഓഫ് ദിസ് ഇന്റഗ്രലും ഫൈനൈറ്റ് ആയിരിക്കും, ദിസ് ഇന്റഗ്രലും ഫൈനൈറ്റ് ആയിരിക്കും. ഈ രണ്ട് നമ്പറും ഫൈനൈറ്റ് ആണെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷനും ഫൈനൈറ്റ് ആയിരിക്കും. അതായത് ഈ ഇൻഇക്വാളിറ്റി ഉപയോഗിച്ചിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഫൈനൈറ്റ് ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ സത്യത്തിൽ എഫ് ഡോട്ട് ജിയുടെ ബിലോങ്സ് ടു L1 എന്നുള്ളതിന്റെ കണ്ടീഷൻ അല്ലേ. എഫ് ഡോട്ട് ജി എഫ് ഇൻറ്റു ജി ബിലോങ്സ് ടു L1 എന്നുള്ളതിന്റെ കണ്ടീഷനാണ്. അപ്പോൾ അതും ട്രൂ ആയിരിക്കും. അതാണ് ഒരു ഒബ്സർവേഷൻ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഇനി 4.15 തന്നെ ജി ഈസ് ഈക്വൽ ടു 1 കൊടുത്ത് നോക്കാം ഒരു മിനിറ്റ്. 4.15 തന്നെ ജി ഈസ് ഈക്വൽ ടു 1 കൊടുത്ത് നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിട്ട് മാറും? 1/2 പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ മോഡ് എഫ് ഓഫ് തീറ്റ ഇൻറ്റു 1 എന്ന് വരും. അതായത് മോഡ് എഫ് ഓഫ് തീറ്റ എന്നും പറഞ്ഞു വരും. ഡി തീറ്റ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ഇന്റഗ്രൽ ഇസ് ഇൻറ്റു 1/2 പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ജി ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇന്റഗ്രൽ 1 ഡി തീറ്റ എന്ന് പറയും. ഇന്റഗ്രൽ 1 ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? പൈ മൈനസ് പൈ, അതായത് പൈ പ്ലസ് പൈ 2 പൈ. ആ 2 പൈയും ഇവിടുത്തെ 2 പൈയും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് 1 കിട്ടും. 1/2 എന്ന് പറയുന്നത് 1 കിട്ടും. അപ്പോൾ ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ഫുള്ള് 1 ആയിട്ട് മാറും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ 1/2 പൈ ഉണ്ട്. 1/2 പൈ ഇന്റഗ്രൽ മോഡ് എഫ് ഓഫ് തീറ്റ ഡി തീറ്റ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 പൈ ഇന്റഗ്രൽ മോഡ് എഫ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും. അതായത് ഒരു ഫംഗ്ഷൻ L2 എങ്കിൽ ഈ വാല്യൂ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മളിപ്പോൾ എഴുതിയ വാല്യൂ സ്ക്വയർ വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലേ, ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇത് ഫൈനൈറ്റ് വാല്യൂ ആയതുകൊണ്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയ ഈ വാല്യൂ ഫൈനൈറ്റ് അല്ലേ. ഇത് എന്തിനുള്ള കണ്ടീഷനാണ്? ബിലോങ്സ് ടു L1ന്റെ കണ്ടീഷനാണ്. ദാറ്റ് ഈസ് L2 ഈസ് ഇഫ് എഫ് ബിലോങ്സ് ടു L2 ഇംപ്ലൈസ് എഫ് ബിലോങ്സ് ടു L1. ദാറ്റ് ഈസ് L2 ഈസ് കണ്ടെയ്ൻഡ് ഇൻ L1. അപ്പോൾ അതാണ് നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഒരു ഒബ്സർവേഷൻ അതാണ്. L2 will be a subset of L1. അതുപോലെ തന്നെ L1 എന്ന് പറയുന്നത് ലാർജർ ദാൻ L2 ഇനിയും L2 സബ്സെറ്റ് ആണെന്ന് തെളിയിച്ചിട്ടുള്ളൂ. ഇനി L2 ക്യാൻ ബി ഈക്വൽ ടു L1. L2 ക്യാൻ ബി ഈക്വൽ ടു L1. പക്ഷെ അങ്ങനെ ആവത്തില്ല. കാരണം സം ഫങ്ഷൻസ് ദേ ആർ ഇൻ L1 ബട്ട് നോട്ട് ഇൻ L2. അത് എക്സർസൈസ് 4.3.3 അത് സൊല്യൂഷൻ മാനുവലിൽ അതിൻ്റെ ആൻസർ ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഒരു L2 ഒരു നമ്മളെ സ്പേസ് ആണ്, നോർമഡ് സ്പേസ് ആയി, കോംപ്ലക്സ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ് ഓൾറെഡി. അപ്പോൾ അവിടെ നമ്മൾ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് എഫ് എൻ ഇൻ ഒരു മിനിറ്റ് L2 ഓഫ് മൈനസ് പൈ ടു പൈ കൺവേർജസ് ടു സം എഫ് ബിലോങ്സ് ടു L2 ഓഫ് മൈനസ് പൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നോം എഫ് എൻ മൈനസ് എഫ് എന്ന് പറയുന്നത് നോം ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് കൺവേർജസ് ടു 0 ആസ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺവേർജൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ്, അവിടെ ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന പോസിബിലിറ്റിയും പറഞ്ഞിട്ടുണ്ട്. നോം എഫ് എൻ മൈനസ് എഫ് കൺവേർജസ് ടു 0. ഇനി വേറൊരു കാര്യം കൂടെ L2 ഓഫ് മൈനസ് പൈ കംപ്ലീറ്റ് സ്പേസ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ പ്രൂഫ് പഠിക്കാനില്ല. ഇറ്റ് ഇസ് എ ഡീപ് ഫാക്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമുക്ക് പ്രൂഫ് ഇല്ല. ഇങ്ങനെ വിചാരിച്ചാൽ മതി. എവറി കോഷി സീക്വൻസ് ഇൻ L2 ഓഫ് മൈനസ് പൈ കൺവേർജസ്. ദസ് L2 ഓഫ് മൈനസ് പൈ ഇസ് എ ഹിൽബർട്ട് സ്പേസ് ആയിരിക്കും. കാര്യം എന്താ? കംപ്ലീറ്റ് ആണ്, കോംപ്ലക്സ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ്. കോംപ്ലക്സ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് പ്ലസ് കംപ്ലീറ്റ് ബിക്കംസ് ദി ഹിൽബർട്ട് സ്പേസ്. സോ നമുക്ക് ഒരു നെക്സ്റ്റ് ഒരു സ്പേസ് കൂടെ കിട്ടി. L2 ഓഫ് ഇസഡ് ഓൾറെഡി ഹിൽബർട്ട് സ്പേസ് ആണെന്ന് നമ്മൾ കണ്ടു. നമ്മൾ വേറൊരു സ്പേസ് കൂടെ നമുക്ക് കിട്ടി, L2 ഓഫ് മൈനസ് പൈ. അപ്പോൾ L2 ഓഫ് മൈനസ് പൈനെ കുറിച്ചാണ് ഈ സെക്ഷനിൽ നമുക്ക് ഉടനീളം പഠിക്കാനായിട്ട് ഉള്ളത്.
അപ്പോൾ നെക്സ്റ്റ് നമുക്കിവിടെ ഡെഫിനിഷൻ 4.16 തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ L2 ഓഫ് ഇസഡ് പഠിച്ചപ്പോൾ ഹിൽബർട്ട് സ്പേസ് എച്ചിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഹിൽബർട്ട് സ്പേസ് എച്ച് അവിടെ എ ജെ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓർത്തോനോർമൽ സെറ്റ് ആണെന്നും പറഞ്ഞൊരു സെറ്റൊക്കെ പഠിച്ചായിരുന്നു. ഇവിടെ നമ്മൾ ഈ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സെൽ എ ജെക്ക് ഒരു പ്രത്യേക ഫോർമാറ്റ് നമുക്ക് ഈ സ്പേസിൽ ഉണ്ട്. ആ ഫോർമാറ്റ് e⁻n⁻θ n belongs to z. ഈ സെറ്റ് കംപ്ലീറ്റ് ഓർത്തോനോർമൽ സെറ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതാണ് ഈ സെക്ഷനിലെ ഏറ്റവും തുടക്കത്തിലുള്ള കാര്യം. നമ്മുടെ എ ജെക്ക് പകരമായിട്ട് എ ജെ ഈസ് ഈക്വൽ ടു ഈ സ്പേസിൽ e⁻n⁻θ ആയിരിക്കും, അല്ലെ jn⁻θ ആയിരിക്കും. അപ്പം ഈ സെറ്റ് കംപ്ലീറ്റ് ഓർത്തോനോർമൽ സെറ്റ് ആണെന്ന് നമ്മൾ ഇതിന് ജസ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. അതിനുവേണ്ടി ഇതിനൊരു പ്രത്യേക പേര് കൊടുത്തു ഈ സെറ്റിന്, ട്രിഗണോമെട്രിക് സിസ്റ്റം. എന്താണ് ട്രിഗണോമെട്രിക് സിസ്റ്റം? ട്രിഗണോമെട്രിക് സിസ്റ്റം ഇസ് എ സെറ്റ് ഓഫ് ഫങ്ഷൻസ് e⁻n⁻θ n belongs to z. അതായത് e വരും, കാരണം ഇവിടെ 0 കൊടുക്കുമ്പോൾ e⁻0 എന്ന് വരും. 0 e വരത്തില്ല, e⁻0 1 വരും, e⁻i⁻θ വരും, e⁻2i⁻θ, അതുപോലെ e⁻−i⁻θ, e⁻−2i⁻θ അങ്ങനെ വരും. അതിനെ നമ്മൾ ട്രിഗണോമെട്രിക് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. n belongs to this infinite system is called trigonometric system. ഒരു മിനിറ്റ്. This infinite system is called trigonometric system, and the trigonometric polynomial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a finite linear combination of the elements of the trigonometric system. ഈ സിസ്റ്റത്തിലുള്ള എലമെന്റ്സ് വെച്ചുകൊണ്ടുള്ള ഒരു ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് എലമെന്റ്സ് ആയിരിക്കും ട്രിഗണോമെട്രിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഫൈനൈറ്റ് ആയിരിക്കും, ഇൻഫിനിറ്റ് സമ്മേഷൻ പറ്റത്തില്ല, ഫൈനൈറ്റ് സമ്മേഷൻ ആയിരിക്കും, ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് അതിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും? എ ഫംഗ്ഷൻ ഓഫ് ദി ഫോം സമ്മേഷൻ n is equal to -n to n cn e⁻in⁻θ for some n belongs to n. അതായത് e⁻in⁻θ ആണ് നമ്മുടെ സെറ്റിലുള്ള ട്രിഗണോമെട്രിക് സിസ്റ്റത്തിലുള്ള എലമെന്റ്സ്. ആ എലമെന്റ്സിന്റെ നമ്മുടെ കോഎഫിഷ്യന്റ് ആയിട്ട് cn എന്ന് പറയുന്ന കോഎഫിഷ്യന്റുകൾ വരും. ആ ടേംസ് എല്ലാം കൂടെ സം ചെയ്തിരിക്കുകയാണ് -n to n. ഫൈനൈറ്റ് സം ആണ്, ഇൻഫിനിറ്റിയിൽ എഴുതത്തില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ സം n belongs to n and some complex numbers, കോഎഫിഷ്യന്റ് cn എന്ന് പറയുന്നത് സം കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. ഇനി ഇത് നമ്മൾ ജസ്റ്റ് പഠിക്കാനുള്ള ലെമ്മ 4.17 ആണ്. ദ ട്രിഗണോമെട്രിക് സിസ്റ്റം ഈസ് ആൻ ഓർത്തോനോർമൽ സെറ്റ്. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, ഈ സെറ്റ് ഓർത്തോനോർമൽ ആണെന്നാണ് ജസ്റ്റ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഇൻ L2 ഓഫ് -π. ഓർത്തോനോർമൽ സെറ്റ് എന്ന് വെച്ചാൽ ഇന്നർ പ്രോഡക്റ്റുകൾ വ്യത്യസ്തമായ എലമെന്റ്സിന്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കണം, അതായത് എലമെന്റ് കിട്ടുമ്പോൾ ഇന്നർ പ്രോഡക്റ്റ് 1 ആയിരിക്കണം. ജസ്റ്റ് ചെയ്ത് നോക്കാം. e⁻ik⁻θ e⁻ij⁻θ ഇന്നർ പ്രോഡക്റ്റ് എടുക്കുന്നു. ഇന്നർ പ്രോഡക്റ്റ് ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയാം, 1/2π ഇന്റഗ്രൽ -π to π first element into second element conjugate dθ is equal to 1/2π integral -π to π e⁻i into ഇത് രണ്ടും കൂടെ ഇവിടെ e⁻ik⁻θ വരും. ഇതെന്ന് പറയുന്നത് e⁻−ij⁻θ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ മൈനസ് ആവും. അപ്പോൾ അതിന് ചേർത്ത് എഴുതുമ്പോൾ e⁻i into k-j⁻θ. i എന്ന് പറയുന്നത് ഇമാജിനറി നമ്പറാണ്, കെയും ജെയും ഇൻഡെക്സുകളാണ്. തീറ്റ ഇഫ് k is equal to j കൊടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും? ഇവിടെ k is equal to j കൊടുക്കുവാണെങ്കിൽ ഇത് 0 ആവും, e⁻i⁻θ എന്ന് പറയുന്നത് 1 ആവും. അപ്പോൾ ഇന്റഗ്രൽ -π to π 1 dθ എന്നാവും. അതെന്ന് പറയുന്നത് എന്ത് കിട്ടും? പൈ മൈനസ് പൈ ഡിവൈഡഡ് ബൈ ഈ 2πയും കൂടെ കാണും, ഡിവൈഡ് ബൈ 2π, അതായത് 2π ഡിവൈഡഡ് ബൈ 2π = 1 കിട്ടും നിങ്ങൾക്ക് ആൻസർ. അതായത് ഈക്വൽ ആയിട്ടുള്ള ട്രിഗണോമെട്രിക് സിസ്റ്റത്തിലെ ഈക്വൽ ആയിട്ടുള്ള എലമെന്റ്സുകൾ തമ്മിൽ ഇന്നർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആൻസർ നിങ്ങൾക്ക് 1 കിട്ടും. ഇനി വ്യത്യസ്തമായ എലമെന്റ്സ് എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. വ്യത്യസ്തമായ എലമെന്റ് എടുക്കുമ്പോൾ k-j 0 അല്ലാത്തതായിട്ട് വരുമല്ലോ, അപ്പോൾ ഒരു നമ്പർ ഇവിടെ ഉണ്ട്. അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, -π to π. എന്ത് കിട്ടും? ആ ലിമിറ്റ് എന്ത് കിട്ടും? e⁻ik-j⁻θ ഡിവൈഡഡ് ബൈ പിന്നെന്താ കിട്ടുന്നേ? i into k-j. തീറ്റയോട് നെക്സ്റ്റ് ആയിട്ട് വരുന്ന കോഎഫിഷ്യന്റ് ടേം ആയിരിക്കും ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്ന. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ദിസ് ലിമിറ്റ് ഫ്രം -π to π. ആർക്ക് ലിമിറ്റ് കൊടുക്കണം? തീറ്റയ്ക്ക് ലിമിറ്റ് കൊടുക്കണം.
ഓക്കെ, ഇങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അത് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. 1/2π നേരത്തെ ഉണ്ട്, നമ്മളിപ്പോൾ എഴുതിയ ഡിനോമിനേറ്റർ എഴുതിയ i ഇൻറ്റു കെ മൈനസ് ജെ താഴെയുണ്ട്. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു i കെ മൈനസ് ജെ ഇൻറ്റു പൈ എന്ന് വരും. അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ മൈനസ് ഇ റേസ് ടു i ഇൻറ്റു കെ മൈനസ് ജെ ഇൻറ്റു മൈനസ് പൈ എന്ന് വരും. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ആൻസർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇത് ദിസ് കോസ് നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. കോസ് കെ മൈനസ് ജെ പൈ കിട്ടും, പൈ പ്ലസ് ഐ സൈൻ കെ മൈനസ് ജെ പൈ കിട്ടും. അല്ലെ പൈയുടെ വാല്യൂ കൊടുത്താലും മതി. കെ മൈനസ് ജെ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ പാർട്ടിൽ നിങ്ങൾ പൈയുടെ വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടും? രണ്ട് സൈഡും 0 ആൻസർ കിട്ടും. ഐ ഇൻറ്റു നാച്ചുറൽ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് പൈ ആയിരിക്കും. അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോസ് 2π കോസ് 01. നിങ്ങൾ ഇത് എഴുതി നോക്കിയാൽ മതി. കോസ് ഇ റേസ് ടു ഐ കെ മൈനസ് ജെ പൈ എന്ന് പറയുന്നത് കോസ് കെ മൈനസ് ജെ പൈ പ്ലസ് ഐ സൈൻ. ഏത് വിധമാണ് ആൻസർ കണ്ടുപിടിക്കാൻ ഞാൻ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. കെ മൈനസ് ജെ പൈ മൈനസ് ഇവിടെ ഒരു മൈനസ് ഐ കെ മൈനസ് ജെ പൈ എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു കോസ് കെ മൈനസ് ജെ പൈ കിട്ടും. ഇവിടെ ഒരു ഫ്രണ്ടിലൊരു മൈനസ് ഉണ്ടായതുകൊണ്ട് ഇവിടെയും ഇവിടുത്തെ മൈനസും ഇതിനകത്തെ മൈനസും കൂടെ ചേർത്ത് ഇവിടെ ഒരു പ്ലസ് ആവും. പ്ലസ് ദിസ് വൺ സൈൻ എന്ന് പറഞ്ഞു വരും. ഈ കോസും ക്യാൻസൽ ആയി പോവും. ഇവിടെ ഒരു സൈൻ ഉണ്ട്, സൈൻ ഓഫ് നാച്ചുറൽ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് അല്ലെങ്കിൽ ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് പൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. നിങ്ങളിവിടെ ചെയ്ത് നോക്കിയാൽ മതി. 0 ആണ്. ഈ റീസൺ ഉപയോഗിക്കാം. ഈ റേസ് ടു പൈ പീരിയോഡിക് ആണ്. അങ്ങനെ ഉപയോഗിച്ച് ആൻസർ കണ്ടെത്താം. ഏത് രീതി വേണേലും നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താം ലാസ്റ്റ്. അതായത് വ്യത്യസ്തമായ എലമെന്റ്സ് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആൻസർ 0 കിട്ടി. ലൈക്ക് എലമെന്റ്സ് ആകുമ്പോൾ 1 കിട്ടി. ദെയർഫോർ ദിസ് സിസ്റ്റം ഈസ് ഓർത്തോനോർമൽ സെറ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഒരു ലെമ്മ 4.18 ജസ്റ്റ് നോക്കാനുണ്ട്. ഒരു മിനിറ്റ്. അതിൻ്റെ എന്ന് പറയുന്നത് -π ഇടയിലുള്ള ഒരു തീറ്റ നോട്ട് ഫിക്സ്ഡ് ആയിട്ടൊരു വാല്യൂ എടുക്കുക. ആൽഫ എന്ന് പറയുന്ന പോസിറ്റീവ് വാല്യൂ എടുക്കുക. സഫിഷ്യൻ്റ്ലി സ്മോൾ ദാറ്റ് -π ലെസ് ദാൻ തീറ്റ നോട്ട് മൈനസ് ആൽഫ ലെസ് ദാൻ തീറ്റ നോട്ട് പ്ലസ് ആൽഫ ലെസ് ദാൻ പൈ. അതായത് ഈ ഫുള്ള് ഇവിടെ -π, ഇവിടെ നടുക്ക് 0 ഉണ്ട്, ഇവിടെ പൈ ആണ്. ഒരു ആൽഫ പോസിറ്റീവ് നമ്പർ ഉണ്ട് സച്ച് ദാറ്റ് തീറ്റ നോട്ട് മൈനസ് ആൽഫ ലെസ് ദാൻ തീറ്റ നോട്ട് പ്ലസ് ആൽഫ ലെസ് ദാൻ പൈ ആയിരിക്കും. അപ്പോൾ എവിടെ വേണേലും തീറ്റ നോട്ട് എടുക്കാം. ഇവിടെ തീറ്റ നോട്ട് എടുത്തോ. അപ്പോൾ ഒരു ആൽഫ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് മൈനസ് ചെയ്യുമ്പോൾ അതേ ആൽഫ തന്നെ റൈറ്റിലോട്ട് പ്ലസ് ചെയ്യണം. അപ്പോൾ തീറ്റ നോട്ട് പ്ലസ് ആൽഫ ഇവിടെ വരും, ഇവിടെ തീറ്റ നോട്ട് മൈനസ് ആൽഫ ഇവിടെ വരും. ഇനി ഈ പോസിറ്റീവ് സൈഡിൽ ആ തീറ്റ നോട്ട് വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അത്രയും ആൽഫ എടുക്കണം, റൈറ്റ് സൈഡിൽ അത്രയും ആൽഫ എടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലായി ആൽഫ ലെസ് ദാൻ പൈ അല്ലേ. ആൽഫ ഗ്രേറ്റർ ദാൻ പൈ ആയിരുന്നെങ്കിൽ, പൈയെക്കാട്ടിലും വലിയൊരു സംഖ്യ ആയിരുന്നു, എന്ത് ചെയ്തേനെ? ഇപ്പം ഇവിടെ ആയിരുന്നു തീറ്റ നോട്ടെങ്കിൽ പൈയെക്കാട്ടിലും വലിയൊരു സംഖ്യയാണ്, ഇതിന് വെളിയിൽ പോയേനെ. അവിടെ വെളിയിൽ പോകത്തില്ല, കാരണം പൈ ഇവിടുത്തെ ഒരു ബൗണ്ടാണ്. സോ ആൽഫ വിൽ ബി ലെസ് ദാൻ പൈ ആയിരിക്കും. ഇനി നമ്മൾ ഓരോ ഇൻ്റർവെൽ ഡിഫൈൻ ചെയ്യുന്നു. i ഈസ് ഈക്വൽ ടു തീറ്റ നോട്ട് മൈനസ് ആൽഫ തീറ്റ നോട്ട് പ്ലസ് ആൽഫ. തീറ്റ നോട്ട് ഫിക്സ്ഡ് നമ്പർ, അത് നെഗറ്റീവ് നമ്പറും ആകാം പോസിറ്റീവ് നമ്പറും ആകാം, -πക്കും ഇടയിലുള്ളത്. ഓക്കെ, ജെ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ ഡിഫൈൻ ചെയ്യുന്നു. തീറ്റ നോട്ട് മൈനസ് ആൽഫ ബൈ 2 തീറ്റ നോട്ട് പ്ലസ് ആൽഫ ബൈ 2. ഇപ്പോൾ ആൽഫ പോസിറ്റീവ് ആണ്, ആൽഫ ലെസ് ദാൻ പൈ ആണ്, ആൽഫ ബൈ 2 എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ജെ എന്ന് പറയുന്നത് തീറ്റ നോട്ടിൽ നിന്ന് ആൽഫ ബൈ 2 കുറച്ചാണ്. അപ്പം ജെ എവിടെ കിടക്കും? സത്യത്തിൽ ഐയുടെ അകത്ത് കിടക്കും. ഒന്ന് വരച്ച് നോക്കി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. -π ആണ്, പൈ ഉണ്ട്, 0 ഉണ്ട്. നമുക്ക് ഇവിടെയാണ് തീറ്റ നോട്ടെങ്കിൽ ഒരു ആൽഫ ഞാൻ എടുക്കുന്നു. ആൽഫ കുറച്ച് ദൂരെ എടുക്കാൻ പറ്റത്തുള്ളൂ, പൈയെക്കാട്ടിലും ചെറുതായിരിക്കണം. എന്നിട്ട് ഇത്രയും ആൽഫ എടുക്കുന്നു. ഇത് തീറ്റ നോട്ട് മൈനസ് ആൽഫ ആയിരിക്കും, ഇത് തീറ്റ നോട്ട് പ്ലസ് ആൽഫ ആയിരിക്കും. അപ്പോൾ തീറ്റ നോട്ട് മൈനസ് ആൽഫ ബൈ 2 എന്ന് പറഞ്ഞാൽ എവിടെ വരും? എടുത്ത ആൽഫൻ്റെ പകുതിയെ പോകത്തുള്ളൂ, ഇത്രയും ഭാഗമേ പോകത്തുള്ളൂ. ഇവിടെയും ഇത്രയും ഭാഗം മാത്രമേ പോകത്തുള്ളൂ. ദാറ്റ് ഈസ് ജെ. ഇത് ഫുള്ളാണ് ജെ എന്ന് പറയുന്നത്. ഈ ജെ എവിടെ കിടക്കുകയാണ്? ഐക്ക് മുകളിൽ, ഐക്കകത്ത് കിടക്കുകയാണ്. സോ ജെ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഐ.
For then there exists a delta greater than 0 such that a sequence of real valued trigonometric polynomials real value ആയിരിക്കും pn of theta n is equal to 1 to infinity such that ഈ theta belongs to I ആണെങ്കിൽ pn of theta will be greater than or equal to 1 ആയിരിക്കും. theta belongs to j ആണെങ്കിൽ pn of theta will be greater than or equal to 1 plus delta the whole raised to n ആയിരിക്കും. ഇനി ഐയും ജെയും കഴിഞ്ഞാൽ പിന്നെ ഈ മൈനസ് പൈ മുതൽ പൈ വരെ ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങളിൽ മൈനസ് പൈ പൈയിൽ നിന്ന് കുറച്ച് ഐ വലിയ സെറ്റ് അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള തീറ്റകൾക്കെല്ലാം പി എൻ ഓഫ് തീറ്റ മോഡ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യും ടി ഓഫ് തീറ്റ എന്ന് വെച്ചാൽ അതിൻ്റെ പെക്യുലാരിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്.